ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ ഓണം എക്സാമിന്റെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ലെറ്റ്സ് കളർ ദ ബട്ടർഫ്ലൈ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. അല്ലെ, ഇവിടെ ഒരു ബട്ടർഫ്ലൈന്റെ ചിത്രം തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കുറിച്ച് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഒരു മോഡൽ നോക്കാം. ദിസ് ഈസ് മൈ ബട്ടർഫ്ലൈ. ഇറ്റ് ഈസ് ബിഗ്. ഇറ്റ് ഹാസ് മെനി കളേഴ്സ്. It has 4 wings. Its wings are violet. There are yellow, blue and red design on it. The butterfly is very beautiful. It looks very happy. It is smiling. അല്ലെ, ഇങ്ങനെ നിങ്ങൾ വരച്ച, നിങ്ങൾ കളർ കൊടുത്ത ഏത് പിക്ചറാണോ ആ പിക്ചറിനെ കുറിച്ചിട്ട് എഴുതാൻ നിങ്ങൾക്ക് അറിയണം. അല്ലെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് എഴുതാൻ, വിവരിച്ച് എഴുതാൻ വേണ്ട സെന്റൻസ് ഒക്കെ പഠിച്ചു വെച്ച് പോവാട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം. ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഹിയർ ആഡ് മോർ ലൈൻസ് ആട്ടോ. ഹിയർസ് ആൻ എലഫന്റ് സോങ്. റീഡ് ഇറ്റ്. താഴെ ഒരു എലിഫന്റിനെ കുറിച്ചിട്ടുള്ള ഒരു സോങ് തന്നിട്ടുണ്ട്. ഐ ആം ആൻ എലഫന്റ്. ഐ ആം ബിഗ്. I have 2 ears. I have 4 legs. Now add more lines to the song of ants. I am an ant. അല്ലെ, ഇവിടെ എലിഫന്റിനെ കുറിച്ചിട്ടുള്ള വരി തന്നിട്ടുണ്ട്. ഇതുപോലെ ആന്റിനെ കുറിച്ച് നിങ്ങളോട് കൂടുതൽ ലൈൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എലിഫന്റിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ എലിഫന്റ് ആണ്, ഞാൻ ബിഗ് ആണ്, ഞാൻ വലുതാണ്. I have 2 ears. എനിക്ക് 2 ചെവികളുണ്ട്, എനിക്ക് 4 കാലുണ്ട്. അല്ലെ, I have 4 legs. ഇതുപോലെ ആന്റിനെ കുറിച്ച് എഴുതണം. ഉറുമ്പിനെ കുറിച്ച് എന്തൊക്കെ എഴുതാം? ഐ ആം ആൻ ആന്റ്. അല്ലെ, ഞാൻ എന്താണ്? ആന്റ് ആണ്, ഉറുമ്പാണ്. ഐ ആം സ്മോൾ. ഞാൻ എങ്ങനെയാണ്? ഉറുമ്പ് എങ്ങനെയാണ്? സ്മോൾ ആണ്, ചെറുതാണ്. ഐ ഹാവ് 2 ഐസ്. എനിക്ക് എന്തുണ്ട്? 2 കണ്ണുണ്ട്. ഐ ഹാവ് 6 ലെഗ്സ്. എനിക്ക് എന്തുണ്ട്? 6 കാലുകളുണ്ട്. അല്ലെ, ഐ ആം ആൻ ആന്റ്. ഐ ആം സ്മോൾ. ഐ ഹാവ് 2 ears. 2 ears അല്ല, 2 eyes. I have 6 legs. അല്ലെ, ഇതുപോലെ നിങ്ങൾ ലൈന്, അല്ലെ, കവിത എഴുതാൻ ആഡ് മോർ ലൈൻസ് ഒക്കെ പഠിച്ചു വെച്ച് പോവാം. അടുത്ത ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ. സംഭാഷണം തയ്യാറാക്കാനാണ്. The fox waits near the mushroom. ഫോക്സ് എവിടെ എത്തി? മഷ്റൂമിന്റെ അടുത്തെത്തി. The fox asked the sparrow and the mouse about the rabbit. ആരെ കുറിച്ചാണ് ഫോക്സ് ചോദിച്ചത്? സ്പാരോയോടും മൗസിനോടും റാബിറ്റിനെ കുറിച്ച് ചോദിച്ചു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. ആ ഒരു സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെലക്ട് ദ കറക്റ്റ് ഡയലോഗ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് തന്നിട്ടുണ്ട്. അത് വിട്ടുപോയോടുത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് കണ്ടെത്തി, ഡയലോഗ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബോക്സിൽ തന്നിട്ടുള്ളത് ഐ വിൽ ക്യാച്ച് ഹിം. ഞാൻ അവനെ എന്തായാലും പിടിക്കും. No, I didn't. Have you seen a rabbit? അല്ലെ, നിങ്ങൾ റാബിറ്റിനെ കണ്ടോ? Can a rabbit sit under a mushroom? But I can't smell a rabbit. അല്ലെ, ഒരു റാബിറ്റിന് ഈ മഷ്റൂമിന്റെ അടിയിൽ ഇരിക്കാൻ സാധിക്കുമോ? ഇനി നമുക്കത് ഫിൽ ചെയ്യാം. ഫസ്റ്റ് ഫോക്സ് എന്താ പറയുന്നത്? Have you seen a rabbit? നിങ്ങൾ ഒരു റാബിറ്റിനെ കണ്ടോ? മുയലിനെ കണ്ടോ? അപ്പൊ സ്പാരോ എന്ത് പറയും? No, I didn't. ഞാൻ കണ്ടിട്ടില്ല. Can a rabbit sit under a mushroom? ഈ മഷ്റൂമിന്റെ അടിയിൽ ഈ മുയലിന് ഇരിക്കാൻ സാധിക്കുമോ? ഫോക്സ് എന്താ പറയാ? പക്ഷേ ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. എനിക്കൊരു റാബിറ്റിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഹാവ് യു സീൻ എ റാബിറ്റ്? നിങ്ങൾ കണ്ടോ? Can a rabbit sit under the mushroom? അല്ലെ, മുയലിനോട് ചോദിക്കാൻ, ആരോടാ ചോദിക്കുന്നത്? മൗസിനോട് ചോദിക്കാൻ അല്ലെ. ഹാവ് യു സീൻ എ റാബിറ്റ്? റാബിറ്റിനെ കണ്ടോ? അപ്പൊ മൗസ് എന്ത് പറയാനേ? ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ ദ മഷ്റൂം? അപ്പൊ ഫോക്സ് എന്ത് പറയും? ഐ വിൽ ക്യാച്ച് ഹിം. ഞാൻ എന്തായാലും അവനെ പിടിക്കും. അല്ലെ, മൗസ് പറഞ്ഞപ്പോ ഫോക്സ് പറയാൻ ഐ വിൽ ക്യാച്ച് ഹിം. ഞാൻ എന്തായാലും അവനെ പിടിക്കും. ആക്ടിവിറ്റി 4, ഡിസ്ക്രിപ്ഷൻ. ദ ബട്ടർഫ്ലൈ ആൻഡ് ദ സ്പാരോ ആർ അണ്ടർ ദ മഷ്റൂം. ബട്ടർഫ്ലൈയും സ്പാരോയും എവിടെയുണ്ട്? മഷ്റൂമിന്റെ താഴെയുണ്ട്. വിൽ ദ സ്പാരോ ഈറ്റ് ദ ബട്ടർഫ്ലൈ? What will the butterfly think now? സ്പാരോ ബട്ടർഫ്ലൈനെ കഴിക്കും അല്ലെ. അപ്പൊ എന്തൊക്കെയായിരിക്കും സ്പാരോ ബട്ടർഫ്ലൈ തിങ്ക് ചെയ്തിട്ടുണ്ടാവുക? ഓ ഗോഡ്, ഈസ് ഇറ്റ് ഡേഞ്ചറസ് ടു സിറ്റ് വിത്ത് ദ സ്പാരോ? ഈ സ്പാരോയുടെ കുരുവിയുടെ അടുത്ത് ഇരിക്കുന്നത് അപകടകരമാണോ?
ഐ ആം അഫ്രൈഡ്, എനിക്ക് പേടിയാവുന്നുണ്ട്. വിൽ ദ സ്പാരോ ഈറ്റ് മീ, ഈ സ്പാരോ എന്നെ കഴിക്കുവോ? ഹൂ വിൽ സേവ് മീ, ആരാ എന്നെ ഒന്ന് സഹായിക്കുക, എന്നെ രക്ഷിക്കുക? ലെറ്റ് മീ സിറ്റ് ബിഹൈൻഡ് ദ മൗസ്, ഈ മൗസിന്റെ പിറകെ മെല്ലെ ഇരിക്കാം, അല്ലെ? തുടങ്ങിയ കാര്യങ്ങളാണ് ബട്ടർഫ്ലൈ തിങ്ക് ചെയ്യുന്നത്, അല്ലെ? നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? മാച്ച് ദ ഫോളോയിങ്. റീഡ് ദ സെന്റൻസ് കെയർഫുള്ളി ആൻഡ് ഡ്രോ ലൈൻസ് ടു ദ കറക്റ്റ് പിക്ചർ. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ദ ആൻഡ് മെയ്ഡ് ദ മഷ്റൂം ആൻഡ് അംബ്രല്ല. നെക്സ്റ്റ്, ദ മദർ എലഫന്റ് ഓപ്പൺ ദ ഫ്രിഡ്ജ്. തേർഡ്, ദ മൗസ് wanted to get under the mushroom. Then fourth, the elephant family sat for breakfast. അല്ലെ, അതിന് അനുയോജ്യമായിട്ടുള്ള പിക്ചേഴ്സ് കോളം ബിയിൽ തന്നിട്ടുണ്ട്, അല്ലെ? കോളം എയും ബിയുമാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ സെന്റൻസിൽ എന്താ പറയുന്നത്? ആൻഡ് മഷ്റൂം ഒരു അംബ്രലയായിട്ട് ഉപയോഗിച്ചു, അല്ലെ? മഷ്റൂം ഒരു അംബ്രലയാക്കി. അത് ഏതാണ് പിക്ചർ? സെക്കൻഡ് ആണ്, അല്ലെ? ദ മദർ എലഫന്റ് ഓപ്പൺ ദ ഫ്രിഡ്ജ്, അത് ഏത് പിക്ചറാണ്? പിക്ചറിൽ നോക്കിയേ നിങ്ങള്, ആദ്യത്തെ പിക്ചറാണ്, അല്ലെ? ഈ തേർഡ് ഏതാണ്? ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം, അല്ലെ? ലാസ്റ്റ് പിക്ചറാണ്. ദെൻ ഫോർത്ത്, എലഫന്റ് ഫാമിലി സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെ? പിക്ചർ നോക്കിയിട്ട് സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ. അപ്പോൾ ഓരോ പാഠഭാഗത്തുള്ള എല്ലാ വർക്ക്സും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ച് പോവുക. അക്ഷരത്തെറ്റില്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.